Hi, hello everyone. It's me, CA Sanjay. So let's start MCQ questions of chapter number 1. നമുക്ക് MCQ questions ചെയ്യാം ചാപ്റ്റർ 1-ൽ നിന്നും. ഓക്കെ, സോ ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ല, പക്ഷേ ICAയുടെ MCQ ബുക്ക്ലെറ്റ്സിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഡു ദ ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ. ഓക്കെ, സോ നൗ I will read the question, you have to tell me the answers. Which of the following is responsible for formulating and developing realistic and attainable strategy? Tell me. ഇതിൽ ഏത് ലെവലാണ്? കോർപ്പറേറ്റ് ലെവലാണോ, ബിസിനസ് ലെവലാണോ, ഫങ്ഷണൽ ലെവലാണോ? ആരാണ് റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ സ്ട്രാറ്റജി, പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സോ ത്രേസ ഈസ് സേയിങ് ഓപ്ഷൻ ഡി എന്ന് പറയാണ്. വാട്ട് അബൌട്ട് അതേഴ്സ്? ആരാണ് ഇതിനകത്ത് റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്? ആരാണ്? യെസ്, മോസ്റ്റ് ഓഫ് യു ആൻസേഴ്സ് ആർ കറക്റ്റ്. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ ആണോടാ? ഓപ്ഷൻ ഡി. എല്ലാവരും കോർപ്പറേറ്റ് ലെവലും ബിസിനസ് ലെവലും ഫംഗ്ഷനും എല്ലാവരും റിയലിസ്റ്റിക് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടോടാ? ഇല്ല. സോ എവറി ലെവൽ, വെദർ ഇറ്റ് ഇസ് കോർപ്പറേറ്റ്, വെദർ ഇറ്റ് ഇസ് ബിസിനസ്, വെദർ ഇറ്റ് ഇസ് ഫംഗ്ഷൻ, എവറി വൺ ഹാസ് ടു ഫോർമുലേറ്റ് റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ സ്ട്രാറ്റജി. സോ യു സ്കോർഡ് 1 മാർക്ക്. ഓക്കെ, shall we do the second question? Yes, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓരോന്നായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കാം. Okay, now you can read the question number 2. Question number 2. What can be defined as the art and science of formulating and implementing and evaluating the cross-functional decision that enables an organization to achieve the objectives? Strategic formulation, strategic evaluation, strategic implementation, strategic management. Come on, fast. പെട്ടെന്ന് പറ. ഏതാണ്? പെട്ടെന്ന് പറ. ഞാൻ മറ്റേ സുരേഷ് ഗോപി ആവേ ഇപ്പം. മണിക്കുട്ടി ഇത് ഓടുന്നു. ഗുരുജി ലോക്ക് ചെയ്യാമോ? ഏതാണ് ഉത്തരം? വേഗം പറയൂ. ഓപ്ഷൻ ബി എന്നാണ് ഇവിടെ മാനസ് പറയുന്നത്. ഓപ്ഷൻ ബി സ്ട്രാറ്റജിക് ഇവാലുവേഷൻ എന്നാണ് മാനസ് പറയുന്നത്. മാനസ്, ഐ എം വെരി സോറി മാനസ്, നിങ്ങളുടെ ഉത്തരം തെറ്റിയിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മാനസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇപ്പോഴല്ലേ കുട്ടാ ഞാൻ പറഞ്ഞത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ്, ഇംപ്ലിമെന്റിംഗ്, ഇവാലുവേറ്റിംഗ് എന്നൊക്കെ. സോ നീ എന്തിനാ ഈ ഇവാലുവേഷൻ മാത്രം പിടിച്ചിട്ട് എന്തിനാ നീ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ പിടിച്ചത്? അങ്ങനെയാണെങ്കിൽ ഫോർമുലേഷൻ ഇവിടെയും ഇംപ്ലിമെന്റേഷൻ ഇവിടെയും ഇല്ലേ? മനസ്സിലായോടാ? ഓക്കെ ആണോ മോനെ? തെറ്റ് മനസ്സിലായോ? ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ് ഇൻ ദ ക്ലാസ് റൂം. ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ഡ്യൂറിംഗ് ദ എക്സാം ഹോൾ. ഓക്കെ ആണോ? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An important activity in taking corrective action. Evaluation, implementation, formulation, leadership. Important activity in taking corrective action. ഇതിൽ ഏതാണ് കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നത്? വേഗം പറയൂ. Important activity in is taking corrective action. ഏതാണ്? സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആണോ, സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണോ, ഫോർമുലേറ്റ് ചെയ്യുമ്പോഴാണോ, ലീഡർഷിപ്പിലാണോ? ആൻസർ യെസ്, യുവർ ആൻസർ ഈസ് റൈറ്റ്. ആരാണ് ആൻസർ നൽകിയത്? മാനസ് പറയാണ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ. യുവർ ആൻസർ ഈസ് റൈറ്റ് മാനസ്. സോ ഒരു തെറ്റുത്തരത്തിൽ നിന്ന് മാനസിക വീണ്ടും ശരി ഉത്തരത്തിലേക്ക് വന്നിരിക്കുകയാണ്. സ്ട്രാറ്റജിക് ഇവാലുവേഷൻ, ദ ആൻസർ ഇസ് കറക്റ്റ്. എടാ, സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ മീൻസ് നിങ്ങൾ സ്ട്രാറ്റജി ഉണ്ടാക്കുവാണ്, ഇംപ്ലിമെന്റ് ചെയ്യാണ്, ഇത് ഫോർമുലേറ്റ് ചെയ്യണം. ഇവിടെയാണ് നിങ്ങൾ നോക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്ത സ്ട്രാറ്റജി ശരിയാണോ തെറ്റാണോ? യു ആർ ചെക്കിംഗ് വെദർ യു ഹാവ് ടു ടേക്ക് സം കറക്റ്റീവ് ആക്ഷൻ. ക്ലിയർ ആണോടാ? യെസ്. നെക്സ്റ്റ്, സ്ട്രാറ്റജി ഹെൽപ്സ് ഇൻ, ഇതിൽ ഏതാണ്? സ്ട്രാറ്റജി ഹെൽപ്സ് ഇൻ വാട്ട്? Unrevealing complexity, reduce uncertainty, relate the goal with resources, all of the above. വേഗം പറയൂ. ഗുരുജി ലോക്ക് ചെയ്യാമോ? ഓപ്ഷൻ ഡി. വീണ്ടും ശ്രേയ ആൻഡ് മാനസ് എല്ലാവരും ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഓപ്ഷൻ ഡി. ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? യെസ് സർ. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് തരൂ. ഓക്കെ, നമുക്ക് ഡിഫിക്കൽട്ട് ഒന്നുമില്ല, എന്നാലും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അലൗസ്. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്ക്. 5 അവിടെ കിടക്കട്ടെ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അലൗസ് an organization to be dash. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ് ഓഫ് SM നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അലൗസ് ഓർഗനൈസേഷൻ ടു ബി മോർ ഡാഷ് ദാൻ ഡാഷ്. ഏതാണ്? അതോറിറ്റേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ്, കമാൻഡിങ്, പ്രൊആക്റ്റീവ്. വീണ്ടും ഇതാ നിങ്ങൾ ശരി ഉത്തരത്തിലേക്ക് പോവുകയാണ് മാനസ് ആൻഡ് ശ്രേയ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എന്താണ്? ഡി ആണ്. നമ്മൾ ഓൾറെഡി ഇത് എവിടെ കണ്ടതാ? ഇമ്പോർട്ടൻസ് ഓഫ് SM നമ്മൾ പഠിച്ചതാ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അലൗസ് ദ ഓർഗനൈസേഷൻ ടു ബി മോർ പ്രൊആക്റ്റീവ് ദാൻ റിയാക്റ്റീവ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ?
ഓർക്കുന്നുണ്ടോ? റിപ്ലൈ തരും മക്കളെ. ഓക്കെ, പ്രൊആക്റ്റീവ് കണ്ടോ, പ്രൊആക്റ്റീവ്. യെസ് സർ, ഗോട്ട് ഇറ്റ് സർ, ഗോട്ട് ഇറ്റ് സർ, ഗോട്ട് ഇറ്റ് സർ. അങ്ങനെയാണ് നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ്? 7, ക്വസ്റ്റ്യൻ നമ്പർ 7. കമോൺ, ക്വസ്റ്റ്യൻ നമ്പർ 7. ഇതിൽ ഏതാണ് ശരി? ക്വസ്റ്റ്യൻ നമ്പർ 7. Strategy is always pragmatic and not flexible. Strategy is always practical and it should not be flexible. Strategy മാറ്റാൻ പറ്റരുത്, ഒരിക്കൽ ഉണ്ടാക്കി അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉപയോഗിക്കണം നമ്മൾ. Strategy is not always perfect, flawless and optimal. Strategy is always perfect. തെറ്റായ strategy ഇല്ല. That is only called perfect strategy. Strategy is always flexible and not pragmatic. Pragmatic means practical. Option B. Teresa, എല്ലാവരും ഉത്തരം correct ആണ്. എന്താണ് ഓപ്ഷൻ B? Strategy is not always perfect, not always flawless, and it may be flawless and optimal. Okay ആണോടാ? Okay ആണോടാ? Yes sir. Next question നമുക്ക് നോക്കാം. Next question നോക്കാം. Question number 8. Question number 8. എല്ലാവരും ചെയ്യും. Question number 8. Greg was heading the global biscuit SBU of Jonkeys Limited. Donkey അല്ലാതെ Jonky ആണ്, Jonky. He got an email congratulating him for being promoted as the head of the entire business of Jonkeys India. ഇന്ത്യയിലുള്ള ജോങ്കിയുടെ ഇന്ത്യ ഡിവിഷന്റെ ഹെഡ് ആയിട്ട് നമ്മൾ ആരെ അപ്പോയിന്റ് ചെയ്തു? മിസ്റ്റർ ഗ്രെഗിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഗ്രെഗ് ഏത് ലെവലിലാണുള്ളത്? ഇവിടെ ഗ്രെഗ് ഏത് ലെവലാണുള്ളത്? Business level manager, but now he is a corporate level manager. Was a functional level manager, but now he is a corporate level manager. He was a business level manager. ഏതാണ് ഉത്തരം? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി എന്നാണ് പറഞ്ഞത്. അതായത് ആദ്യമേ അവൻ കോർപ്പറേറ്റ് ലെവൽ മാനേജർ ആണ്, ഇപ്പോഴും അവൻ കോർപ്പറേറ്റ് ലെവൽ മാനേജർ ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അവൻ ആദ്യമേ കോർപ്പറേറ്റ് ലെവൽ മാനേജർ ആയിരുന്നു. ആദ്യമേ അവൻ കോർപ്പറേറ്റ് ലെവൽ മാനേജർ ആയിരുന്നു, അതാണ് എന്റെ ചോദ്യം. ആദ്യമേ അവൻ കോർപ്പറേറ്റ് ലെവൽ മാനേജർ ആയിരുന്നു? അല്ല, അവൻ ആദ്യം ബിസിനസ് ലെവൽ മാനേജർ ആയിരുന്നു, ഇപ്പോ അവൻ കോർപ്പറേറ്റ് ലെവൽ മാനേജറായി. ശരിയാണോ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? സോ ഗ്രെഗ് വാസ് എ ബിസിനസ് ലെവൽ മാനേജർ, ബട്ട് നൗ ഹി ഈസ് എ കോർപ്പറേറ്റ് ലെവൽ മാനേജർ. ഹി വാസ് ഹെഡിങ് ദ ഗ്ലോബൽ ബിസ്ക്കറ്റ് SBU. ജോങ്കി ലിമിറ്റഡിന്റെ ഇന്ത്യയിലുള്ള പല ബിസിനസ്സുകളിൽ ബിസ്ക്കറ്റ് ബിസിനസ് മാത്രം നോക്കുന്നവനായിരുന്നു ഗ്രെഗ്. ഇപ്പൊ അവന് ഇന്ത്യയിലെ മൊത്തം ബിസിനസ് നോക്കാൻ ഏൽപ്പിച്ചു. സോ ഹി വാസ് എ ബിസിനസ് ലെവൽ മാനേജർ. നൗ ഹി ഈസ് പ്രൊമോട്ടഡ് ടു കോർപ്പറേറ്റ് ലെവൽ മാനേജർ. മക്കൾ മനസ്സിലായോ? ഓക്കെ ആണോ? യെസ് സർ, യെസ് സർ, യെസ് സർ. ഗോട്ട് ഇറ്റ് സർ, ഗോട്ട് ഇറ്റ് സർ, ഗോട്ട് ഇറ്റ് സർ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൈ അതർ ഓപ്ഷൻസ് ആർ നോട്ട് കറക്റ്റ്. ഓക്കെ ആണോടാ? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. നെക്സ്റ്റ് നമുക്ക് ഏതാ ചെയ്യേണ്ടത്? നമുക്ക് നെക്സ്റ്റ് ഏതാ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 11 ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. Shreya, the owner of Kalakari Boutiques, delegated the task as per the competencies of her team. ടീം മെമ്പേഴ്സിലുള്ള ആൾക്കാരുടെ കഴിവിനനുസരിച്ച് വർക്ക് അലോക്കേറ്റ് ചെയ്തു കൊടുത്തു. ഡെലിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അലോക്കേറ്റ് ചെയ്യുക. ഈ വാക്ക് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അലോക്കേഷൻ. സോ വാട്ട് ഈസ് ഷീ കവറിംഗ് ഹിയർ? റിസ്ക് ആണോ, വർക്ക് കൾച്ചർ ആണോ, എംപ്ലോയി ഫ്രണ്ട്ലി വിഷൻ ആണോ, പ്രോപ്പർ യൂസ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണോ? ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്നോട് പറയാം, സർ റിസ്ക് എന്താ, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. എനിക്ക് ഉത്തരം തെറ്റാണോ എന്ന് പറയാൻ പറ്റില്ല. ഉത്തരം തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, നിങ്ങളിപ്പോ പറയാം സർ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രേയ അങ്ങനെ ചെയ്തത്, അപ്പൊ എന്തുകൊണ്ട് റിസ്ക് ആയിക്കൂടാ എന്ന് ചോദിച്ചാൽ ഐ കാൺ സേ ഇറ്റ് ഈസ് റോങ്. പക്ഷെ കൂട്ടത്തിൽ ഏതാണ് കൂടുതൽ ശരി, അതാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. കൂട്ടത്തിൽ ഏതാണ് കൂടുതൽ ശരി? നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു സ്ഥലത്ത് അലോക്കേറ്റിംഗ് ദ റിസോഴ്സിനെ കുറിച്ച് നമ്മൾ വായിച്ചായിരുന്നു. എവിടെ അലോക്കേറ്റിംഗ് ദ റിസോഴ്സ് പഠിച്ചു? വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞു ഉത്തരം പ്രോപ്പർ യൂസ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചുള്ളൂ മിഷൻ സ്റ്റേറ്റ്മെന്റ് പോയിന്റ്. ഓക്കെ ആണോ? സി അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ ആർ ഫ്രെയിമിംഗ് ദ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മിഷൻ? അതിനകത്തൊരു പോയിന്റ് ഉണ്ട്, ബേസിസ് ഫോർ അലോക്കേറ്റിംഗ് ദ റിസോഴ്സ്. അവിടെ നിന്നാണ് അവർ എന്ത് ഫോം ചെയ്തത്? ഈ MCQ ഫോം ചെയ്ത്. ദിസ് ഇസ് ഹൗ ദേ ആർ ഗോയിങ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. Am I clear to you? Yes sir, got it sir. ഇത് പറ who we are and what we do. ക്വസ്റ്റ്യൻ ഒന്നും വായിക്കണ്ട, അത് മാത്രം വായിച്ചത്. ഞാൻ ആരാണ്, ഞാൻ ഇപ്പോ എന്ത് ചെയ്യുന്നു. ഇപ്പോ മീൻസ് പ്രസന്റ് മീൻസ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ അപ്പോ ഓർത്ത് വെക്കണം എന്താണ് മക്കളെ? മിഷൻ. എന്താണ്? വെരി ഗുഡ്. എല്ലാവരുടെയും ഉത്തരം കറക്റ്റ് ആണ്. ഫൈൻ ആണോടാ? Yes sir, got it sir. So now okay, question 13 up to you. You can answer question 13. Okay, I will read the question for you. Mr. Prakash and Mr. Pal are partners in thriving business. Thriving means growing business. Okay, growing business venture. They are partners, Prakash and Pal. Recently they have become aware of their employees' dissatisfaction with their working condition.
So they come to know that their employees are not happy with the way they are working. Mr. Prakash believes that the situation should be dealt with before the employees explode. So what Prakash's view is that they should solve this problem even before the employees explode. Employees ഇത് അവരുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ അവിടെ പ്രശ്നം ഓൾറെഡി മാനേജ്മെന്റ് പ്രശ്നം അറിഞ്ഞു. സോ എംപ്ലോയീസ് അവരോട് പറയുന്നതിന് മുന്നേ ആ പ്രശ്നം സോൾവ് ആക്കണം എന്നുള്ളതാണ് പ്രകാശിന്റെ ചിന്താഗതി, മെന്റാലിറ്റി. Pal, on the other hand, believes that if the employees have an outburst, then we will handle. ആദ്യം എംപ്ലോയീസ് ഈ വിഷയമായിട്ട് നമ്മളടുത്ത് എത്തട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ പ്രശ്നം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? യെസ്. അപ്പൊ ഇതിനകത്ത് ആരാണ് പ്രൊആക്റ്റീവ്, ആരാണ് റിയാക്റ്റീവ്? മണിക്കുട്ടി ദേ ഓടുന്നു, വേഗം അറിയൂ. പ്രകാശ് ആരാണ്? ആരാണ് പ്രകാശ്? സാർ എനിക്കും അറിയില്ല സാർ. ഡി ആണെന്നാണ് പറയുന്നത്. അതായത് പ്രകാശ് പ്രൊആക്റ്റീവ് ആണ്, പാൽ റിയാക്റ്റീവ് ആണ്. നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു 10,000 രൂപ. ഓക്കെ ആണോടാ മക്കളെ? കറക്റ്റ് ആണോ മക്കളെ? ഇപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആവുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് ഇതുപോലത്തെ ആൻസേഴ്സ് കിട്ടുന്നില്ലേ? കാരണം നമ്മൾ ഓൾറെഡി പ്രൊആക്റ്റീവ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞതിനകത്ത് ക്വസ്റ്റൻ ആൻസർ സീരീസ് നമ്മൾ ഓൾറെഡി ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്തു. So that we got an idea എന്താണ് proactive, എന്താണ് reactive. We got an idea. We did questions from Yummy and Tummy. We did questions relating to Albella, Just Be Foods. So ഈ questions ഒക്കെ ചെയ്തപ്പോഴേക്കും നമുക്ക് proactive എന്താണ്, reactive എന്താണെന്ന് മനസ്സിലായി. അതിൽ നിന്നുമാണ് നമ്മൾ MCQ ചെയ്യാൻ വേണ്ടി വരുന്നത്. So that we are getting good idea. ശരിയല്ലടാ? Yes. Next. Oh. What is one of the key purpose of having organizational mission? അപ്പൊ ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം നമ്മുടെ പർപ്പസ് ഓഫ് മിഷൻ ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ 7-8 പർപ്പസ് പഠിച്ചു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ബേസിസ് ഫോർ അലോക്കേറ്റിംഗ്, ബേസിസ് ഫോർ പർപ്പസ്. അപ്പൊ ഈ 4 എണ്ണത്തിൽ ഒരെണ്ണമാണ് പർപ്പസ്. ഏതാണ് പർപ്പസ്? ടെൽ മീ. നമ്മൾ ഓൾറെഡി നേരത്തെ 7 എണ്ണം പഠിച്ചു. യു റിമെമ്പർ ദ വേ വി ഡിസ്കസ് ദാറ്റ് പോയിന്റ്? സെയിം ബട്ട് ഡിഫറെന്റ്. ഓർക്കുന്നുണ്ടോ ആ പോയിന്റ് ഒക്കെ ഞാൻ പഠിപ്പിച്ചത്? യെസ് സർ. ഏതാണ് ഉത്തരം? സർ യുനാനിമിറ്റി ഓഫ് പർപ്പസ് സർ. ഓക്കെ, ഞാൻ യുനാനിമിറ്റി ഓഫ് പർപ്പസ് ഐ അഗ്രി ടു യു. ഇതിന് കൂടെ തന്നെ പഠിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. സെയിം മീനിങ് ആണ്, പക്ഷെ ഡിഫറെന്റ് വേർഡിങ്സ് ആണ്. അത് ഏത് പോയിന്റ്? കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. സെയിം ബട്ട് ഡിഫറെന്റ്. കമോൺ, അതേതാണ്? വേഗം പറയും. ലെറ്റ് മീ സീ വെദർ യു റിമെമ്പർ ദാറ്റ്. ഇതിന് കൂടെ തന്നെ ഞാൻ പഠിപ്പിച്ചൊരു പോയിന്റ് ഉണ്ട്. Yes, very good. Establish general tone for the organization. Okay, ആണോടാ? ഉത്തരം പറയാത്ത എല്ലാവരും സോറി ശക്തിമാൻ എന്ന് കമന്റ് ചെയ്തോ. യെസ്. നെക്സ്റ്റ്. ഏതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16 പറ. സ്ട്രാറ്റജി എന്തായിരിക്കണം? പ്രൊആക്റ്റീവ് ആയിരിക്കണോ, റിയാക്റ്റീവ് ആയിരിക്കണോ, ബ്ലെൻഡ് ഓഫ് പ്രൊആക്റ്റീവ് റിയാക്റ്റീവ് ആയിരിക്കണോ, നൺ ഓഫ് ദ എബവ് ആയിരിക്കണോ? Sir, such a simple question, sir. Do you really think ICAI will test such simple question? Yes, da. Sometimes they may test. Okay, blend of proactive and reactive action. Clear or not? Yes. Now let's do question number 18. Question number 18. In the question given below, select the best answer out of the option A, B, C, and D. ഇതിൽ ഏതാണ് strategic management provides framework for decision making? ശരിയാണ്. It helps to enhance the longevity of business. ശരിയാണ്. It is an inexpensive process. ആണോ? നമ്മൾ എന്താ ഡിസഡ്വാൻറ്റേജിൽ പഠിച്ചത്? It is a costly process എന്നല്ലേ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? Yes. Then it helps the organization to be more reactive than proactive. Wrong. It helps the organization to be more proactive than reactive. So A യും B യും ശരിയാണ്. അതായത് 1 ഉം 2 ഉം ശരിയാണ്. So answer is option A. നിങ്ങൾക്കും കിട്ടിയായിരുന്നോ? ഓപ്ഷൻ എ ആണോ നിങ്ങൾക്കും കിട്ടിയ ഉത്തരം? ഓപ്ഷൻ എ ആണെങ്കിൽ pat yourself and congratulate yourself. You have scored 2 marks. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ് സർ. താങ്ക് യു സർ. ഗോട്ട് ഇറ്റ് മാൻ. ഓക്കെ, ദിസ് ഇസ് സച്ച് എ ബ്ലണ്ടർ ക്വസ്റ്റ്യൻ. എസ് എം പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ഞാൻ പറയില്ല, നിങ്ങളായിട്ട് ഉത്തരം കണ്ടുപിടിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 90. ഐ എം നോട്ട് ഗോയിങ് ടു സേ ദ ആൻസർ. കം ഓൺ, ടെൽ മീ. വേഗം പറ. Question 90. A person who searches for the business opportunity, starts a new enterprise, and uses the opportunity is called employee, തൊഴിലാളി, entrepreneur, മുതലാളി, all investor. Answer entrepreneur. എന്താണ്? Entrepreneur. Okay ആണോടാ? ഫൈൻ ആണോ? Yes sir. Now question number 20. Up to you dear, up to you. Come on. Question number 20. An organization during its strategic planning envisaged entire scenarios, created a strategy framework, but in meantime after implementation it realized that its framework is not effective in certain unique scenarios. What is the reason for the same? Come on, tell me.
ഇതിലേതാണ് ഉത്തരം? അതായത് ഒരു കമ്പനി, ഞാൻ സിനാറി ആദ്യം ഞാൻ ഉത്തരം പറയാം, ഉത്തരമല്ല സോറി ക്വസ്റ്റ്യൻ പറയാം, അതിനുശേഷം നിങ്ങൾ ആൻസേഴ്സിലേക്ക് ഒന്ന് ആഴത്തിലേക്ക് ചിന്തിച്ചു. അതായത് കമ്പനി ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ സമയത്ത് നന്നായിട്ട് എൻവയറമെന്റ് ഒക്കെ പഠിച്ച് അതിനനുസരിച്ച് ഒരു സ്ട്രാറ്റജി ഫ്രെയിം ചെയ്തു. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്താണ് അവർ മനസ്സിലാക്കിയത് അവരെടുത്ത സ്ട്രാറ്റജി എന്തല്ല, അവർക്ക് എഫക്റ്റീവ് അല്ല. അപ്പൊ ഇതിനകത്ത് ഏതാണ് ശരി? ലാക്ക് ഓഫ് അനാലിസിസ്, അവർ മര്യാദക്ക് പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ്. സ്ട്രാറ്റജി പാർട്ടി പ്രൊവാക്റ്റീവ് പാർട്ടി, നമുക്ക് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റില്ല, ചിലപ്പം റിയാക്ട് ചെയ്യേണ്ടി വരും. സ്ട്രാറ്റജി ഹൈലി റിയാക്റ്റീവ് ആൻഡ് ഹൈലി പ്രൊവാക്റ്റീവ്. ഇംപ്രോപ്പർ ക്രിയേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക്. ഏതാണ്? ഓപ്ഷൻ എ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റില്ലടാ, നമുക്ക് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റില്ല, ശരിയല്ലടാ? ശരിയല്ലേ? യെസ്. അപ്പൊ നമ്മൾ നമ്മൾ മുൻകൂട്ടി നന്നായിട്ട് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യും, പക്ഷെ പ്രതീക്ഷിക്കാത്ത സംഭവം വന്നാൽ വി ഹാവ് ടു റിയാക്ട് ടു ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റൻ ആണ്. ഫോർമുലേറ്റിംഗ്, ഇംപ്ലിമെന്റിംഗ്, ഇവാലുവേറ്റിംഗ്. എന്തായിരുന്നു നമ്മൾ നേരത്തെ കണ്ട സെയിം ക്വസ്റ്റൻ അല്ലേ? റിപ്പീറ്റിംഗ് ക്വസ്റ്റൻ. എടാ വീണ്ടും സെയിം ക്വസ്റ്റൻ. റിപ്പീറ്റ് ആവുന്നുണ്ടല്ലേ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എനിവേ ഐ വിൽ ലുക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ ടെൽ മീ. ഒബ്ജക്റ്റീവ് ഷുഡ് ബി, ഇതിൽ ഏതാണ് ശരി? കോൺക്രീറ്റ്, നമ്മുടെ സ്മാർട്ട് കാർഡ് ഇല്ലേ, സ്മാർട്ട് കാർഡ്, യു റിമെമ്പർ അവർ പോയിന്റ് കോൾ സ്മാർട്ട് കാർഡ്, അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ഇത്. കോൺക്രീറ്റ് ആണ്, സ്പെസിഫിക് ആണ്, റിലേറ്റീവ് ടൈം ഫ്രെയിം ആണ്, സ്റ്റാൻഡേർഡ്സ് ഫോർ പെർഫോമൻസ് അപ്രൈസൽ. ഏതാണ് ഉത്തരം? ശരി ഉത്തരം ഏതാണ്? വെരി സിമ്പിൾ സർ. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും SPK ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് ചോദിക്കില്ലേ? ഓപ്ഷൻ 1, 2 and 3. ഓപ്ഷൻ ഡി. ശരിയല്ലടാ? യെസ് സർ, യെസ് സർ, യെസ് സർ. നെക്സ്റ്റ് നമുക്ക് ഏതാ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ? നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 28 ചെയ്താലോ? ക്വസ്റ്റ്യൻ നമ്പർ 28 ചെയ്യണോ, 29 ചെയ്യണോ, 30 ചെയ്യണോ? നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 29 ചെയ്യാം. ഓക്കെ, നമുക്ക് വിഷൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 29, ഡു ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 29, ഡു ഇറ്റ്. Members of Infinite Care, an NGO, have met and determined that they need to formulate a philosophical base for their activities. Thereby, they have come up with a statement: provide children till age 12 living in homeless for low-income situation with the essential items they need to thrive. ഓക്കെ, ഈ ഞാൻ ഹൈലൈറ്റ് ചെയ്ത സെന്റൻസ് കണ്ടിട്ട് ഇത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ. വിഷൻ ആണോ, മിഷൻ ആണോ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണോ, ഡെഫിനേഷൻ ആണോ? ഇത് അവിടെ ആഗ്രഹമാണോ പറഞ്ഞത്? അവിടെ ഫ്യൂച്ചറിസ്റ്റിക് ആണോ പറഞ്ഞത്? വി വിൽ പ്രൊവൈഡ് ടു ബി, അങ്ങനെയാണോ പറഞ്ഞത്? അത് അവരിപ്പോ ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ അവർ പറഞ്ഞത്. വി പ്രൊവൈഡ് ചിൽഡ്രൻ ടിൽ ഏജ് അല്ലെ? സോ ഇതെന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ വെൻ യു ആർ വെരി ക്ലിയർ വിത്ത് വിഷൻ, മിഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് കണ്ടോ? എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി, മിഷൻ. ഇത് EFGH ഉള്ളത് ആക്ച്വലി ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, യെസ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല അവിടെ EFGH എന്നാണ് കണ്ടത്. ഓക്കെ, എനിവേ ഫൈൻ. സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് എക്സാമിന് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവരൊരു സെന്റൻസ് തന്നിട്ട് പറയും ഇത് വിഷൻ ആണോ, മിഷൻ ആണോ. സോ ഫസ്റ്റ് തിങ് വാട്ട് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, സെന്റൻസ് ടെൻസ് നോക്കാം. ഫ്യൂച്ചർ ടെൻസ് ആണോ, പ്രസന്റ് ടെൻസ് ആണോ, അവരുടെ ആഗ്രഹമാണോ അവർ പറയുന്നത്, അതോ അവരിപ്പോ ചെയ്യുന്ന കാര്യം, അവരുടെ പ്രസന്റ് ആക്ടിവിറ്റി ആണോ അവർ പറയുന്നത്? ഇവിടെ ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവരുടെ പ്രസന്റ് ആക്ടിവിറ്റി അവർ പറഞ്ഞത് വി പ്രൊവൈഡ് ചിൽഡ്രൻ ടിൽ ഏജ് 12 living in homeless for low income situation with essential item. അവരിപ്പോ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതെന്താണ്? ഓപ്ഷൻ എച്ച്, മിഷൻ. ആം ഐ ക്ലിയർ ടു യു? ക്ലിയർ ടു യു? യെസ് സർ. ഈ എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ. വേർ വി വാണ്ട് ടു ഗോ, എനിക്ക് എവിടെ എത്തിച്ചേരണം, എവിടെ എത്തിച്ചേരണം. തെറ്റിച്ചാൽ അടി കിട്ടും നിങ്ങൾക്ക്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ്? വിഷൻ. എന്താണ്? വിഷൻ. ആം ഐ ക്ലിയർ ടു യു? ആം ഐ ക്ലിയർ ടു യു? യെസ് സർ, ഗോട്ട് ഇറ്റ് 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 സർ. ഓക്കെ, ഇതാ who we are and what we do. Tell me who we are and what we do. ഞാൻ ആരാണ്, ഞാൻ ഇപ്പൊ എന്താണ് സർ ചെയ്യുന്നത്? സാർ ഓപ്ഷൻ എ സർ. ഇതൊക്കെ നമുക്ക് അറിയാം സർ, ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ സർ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33 പറ. ക്വസ്റ്റ്യൻ നമ്പർ 33 ഏതൊക്കെയാണ്? 3 ലെവൽ: ഡിവിഷണൽ ലെവൽ, ഗ്രൂപ്പ് ലെവൽ, ഇൻഡിവിജ്വൽ ലെവൽ, കോർപ്പറേറ്റ് ലെവൽ അല്ല, എക്സിക്യൂട്ടീവ് ലെവൽ, ലീഡർ ലെവൽ. സർ ഛർദ്ദിക്കാൻ മുട്ടുന്നു സർ, ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ല സർ, നമുക്കിത് ഡൈജസ്റ്റ് ആവുന്നില്ല സർ. ഓപ്ഷൻ സി ആണ് സർ. യെസ്, ഗോട്ട് ഇറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ബുദ്ധിയൊന്നുമില്ല, കാരണം ആക്ച്വലി ഇത് ഓൾഡ് സിലബസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾഡ് സിലബസിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓൾഡ് സിലബസിലെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇത് നിങ്ങളുടെ അറ്റംപ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് തീരെയില്ല. ഇതിന്റെ ഉത്തരം ബിസിനസ് സ്റ്റാൻഡേർഡ് ആണ്. അത് സ്ട്രാറ്റജിക് ഇന്റന്റിൽ വരാത്തത് ഏതാണ്? സോ നമ്മുടെ പഴയ സിലബസ് പ്രകാരം സ്ട്രാറ്റജിക് ഇന്റന്റിൽ വരുന്ന ആ സംഭവമാണ് വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്, ബിസിനസ് മോഡൽ. ഓക്കെ, ഇത്രയുമായിരുന്നു പഴയ സിലബസ്. നമുക്ക് ബിസിനസ് മോഡൽ, ബിസിനസ് ഡെഫിനേഷൻ.
ഓക്കെ, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ നമുക്ക് സ്ട്രാറ്റജിക് ഇന്റന്റ് തന്നെ പണ്ടത്തെ ബുക്കിനകത്ത്. ഇപ്പോഴത്തെ ബുക്കിനകത്ത് വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, വാല്യൂസ് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഇത് ഓൾഡ്, ഇത് ന്യൂ. ഓക്കെ, പണ്ടത്തെ ബുക്കിനകത്ത് എന്തായിരുന്നു? വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്, ബിസിനസ് മോഡൽ, ബിസിനസ് ഡെഫിനേഷൻ. ഇപ്പോഴത്തെ ബുക്കിനകത്ത് വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, വാല്യൂസ്. ഓക്കെ, സോ അത് പഴയ ബുക്കിന്റെ ഒരു ടോപ്പിക്കിൽ നിന്നാണ് അവരത് സംഭവം കൊണ്ടുവന്നത്. ഫൈൻ, ക്ലിയർ? Yes sir, got it 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 sir. So shall we do question number 37 ഒക്കെ പഴയ ക്വസ്റ്റൻ ആടാ, അതൊന്നും ഇപ്പം വേണ്ട, അതിപ്പം വേണ്ട. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 38 പറ. ക്വസ്റ്റൻ നമ്പർ 38, ക്വസ്റ്റൻ നമ്പർ 38, ക്വസ്റ്റൻ നമ്പർ 38 പറ. Which of the following cannot be considered as a part of this one? Sir, option D sir, very good. എന്താണ്? നോട്ട് എ പാർട്ട് ഓഫ് പ്രൊആക്റ്റീവ് അപ്രോച്ച്. പ്രൊആക്റ്റീവുടെ പാർട്ട് അല്ലാത്ത പ്ലാൻ സ്ട്രാറ്റജീസ് പ്രൊആക്റ്റീവ്, ഡെലിബറേറ്റ് മാനേജ്മെന്റ് ഡിസൈഡ് പ്രൊആക്റ്റീവ്, ഫോർകാസ്റ്റ് ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഇപ്പോഴേ ചിന്തിക്കുന്നത് പ്രൊആക്റ്റീവ് ആയിട്ടാണ്. പക്ഷെ അഡാപ്റ്റീവ് റിയാക്ഷൻ ഇസ് നോട്ട് പ്രൊആക്റ്റീവ്. സർ ക്വസ്റ്റൻ ഒന്നുകൂടി പറയുമോ സർ? എടാ, പ്രൊആക്റ്റീവിന്റെ ഭാഗമായിട്ടുള്ളത് എന്തല്ല? എന്തൊക്കെ ഇതിനകത്ത് 4 ഏത് ഒരെണ്ണം പ്രൊആക്റ്റീവിന്റെ ഭാഗമല്ല? ഏതാണ്? പ്ലാൻ സ്ട്രാറ്റജീസ് ഒബ്വിയസ്ലി പാർട്ട് ഓഫ് പ്രൊആക്റ്റീവ്, നമ്മൾ പ്ലാൻ ചെയ്യും. ഡെലിബറേറ്റ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? പ്രൊആക്റ്റീവ് അല്ലെ? പിന്നെ ഫോർകാസ്റ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് കണ്ട് ഇന്നേ നിങ്ങൾ എടുക്കുന്ന ആക്ടിവിറ്റി ആണ് എന്ത്? പ്രൊആക്റ്റീവ്. ഫ്യൂച്ചർ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പ്രകാശനും പാലിനും ക്വസ്റ്റൻ, എംപ്ലോയീസ് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴേ നമ്മൾ അതിനെ അഗേൻസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് എന്ത്? പ്രൊആക്റ്റീവ്. പക്ഷെ ഇതെന്തല്ല? അഡാപ്റ്റീവ്. ഇത് പ്രൊആക്റ്റീവിന്റെ ഭാഗമല്ല. ക്ലിയർ ആണോടാ? ഫൈൻ ആണോടാ? യെസ്. നൗ ലെറ്റ്സ് ഡു ഇത് ചെയ്യാം. ക്വസ്റ്റൻ നമ്പർ 36. ക്വസ്റ്റൻ നമ്പർ 36. ഇത് നിങ്ങൾ ഇത് ചെയ്തോണ്ടല്ലോ, നിങ്ങൾ വേറെ ലെവല്, നിങ്ങൾക്ക് ഞാൻ വേറെ ലെവലായിട്ട് ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു. ദൃഷ്ടി carries a not for profit eye hospital and research center. Which one of the following is relating to ദൃഷ്ടി cares vision? അപ്പൊ ഈ 4 സെന്റൻസിൽ ഒരെണ്ണം അവരുടെ വിഷൻ ആണ്. ഇതിൽ ഒരെണ്ണം അവരുടെ വിഷൻ ആണ്. ഓക്കെ, സോ ഒറ്റ കാര്യം ബിഫോർ ആൻസറിങ് സ്റ്റോപ്പ്. വിഷൻ ആണോ മിഷൻ ആണോ? ഏതാണ് ഫ്യൂച്ചർ? വിച്ച് ഇസ് ടോക്കിംഗ് അബൌട്ട് ഫ്യൂച്ചർ? ടെൽ മീ സർ. അല്ല, ഉത്തരം പറയണ്ട. ഏതാണ് വിഷൻ ഇസ് ടോക്കിംഗ് അബൌട്ട് ഫ്യൂച്ചർ? ഓക്കെ, ഇതിനകത്ത് ഏതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ളത്? അതാണ് വിഷൻ. സിമ്പിൾ, വെരി സിമ്പിൾ. ഇതിൽ ഒരെണ്ണം ഫ്യൂച്ചർ ടെൻസിലുള്ളത്, അത് ഏതാണ്? നിങ്ങൾ പറ, അതിന്റെ ഉത്തരം കിട്ടി നിങ്ങൾക്ക്. വേഗം പറ. ദൃഷ്ടിക്കാർ പ്ലേസസ് പേഷ്യൻസ് കെയർ ബിഫോർ ഓൾ ദ എൽസ്. ദൃഷ്ടിക്കാർ വിൽ ബി ദ ഗ്ലോബൽ ലീഡർ. ഞാൻ ഇന്നാണെന്നല്ല പറഞ്ഞത്, വിൽ ബി ദ ഗ്ലോബൽ ലീഡർ. ഓക്കെ, ദൃഷ്ടിക്കാർ ഓഫേഴ്സ് ഹൈ ലെവൽ. നമ്മൾ ഹൈ ലെവൽ എന്താണ് കെയർ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൺസൾട്ടൻസ് സ്ട്രൈവ് കണ്ടിന്യൂറ്റി ടു ഇംപ്രൂവ് ദ സ്ട്രാറ്റജിക്കൽ. അതൊക്കെ അവരിപ്പോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ അവർ ചെയ്യുന്ന കാര്യമാണ്, ഇതിപ്പോ ഇവർ ചെയ്യുന്ന കാര്യമാണ്, ഇതിപ്പോ അവർ ചെയ്യുന്ന കാര്യമാണ്. ഇത് മാത്രമാണ് ഫ്യൂച്ചർ ടെൻസിലുള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോടാ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. Am I clear to you? Yes sir, got it sir. So ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലേ, 39. ക്വസ്റ്റ്യൻ നമ്പർ 39 ഒന്ന് ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 39. കമോൺ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ചോദിക്കാം. ABC ഫൗണ്ടേഷൻ. ഓക്കെ, ഇവിടെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, അത് എന്താണെന്ന് നിങ്ങൾ പറയണം. envisages a world, അതായത് envisages means dreams. ABC ഫൗണ്ടേഷൻ ഡ്രീംസ്. എടാ, അത്രയൊന്നും പോണ്ട. ഈ വാക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ ആണോ? ഇപ്പൊ ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്തതാണോ? ഡ്രീം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണോ? ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്ത പ്രസന്റ് കാര്യമാണോ? സർ, ഡ്രീം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ അല്ല സർ. ഇപ്പൊ നിങ്ങളുടെ ഡ്രീം എന്താ സർ? CA കാരണമാവാം. ഓക്കെ, സോ ഇവരുടെ ഡ്രീം എന്താണ്? ഒരു വേൾഡ് വേർ എവറി ഇൻഡിവിജ്വൽ റിഗാർഡ്ലെസ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ഹാസ് ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇറാഡിക്കേറ്റിംഗ്. ഇതെന്താ തേങ്ങയാണ് പറ? വിഷൻ ആണോ? വാല്യൂസ് ആണോ? മിഷൻ ആണോ? ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണോ? എന്താണ് സർ? ഓപ്ഷൻ എ സർ, വിഷൻ സർ. കാരണം envisages എന്ന് പറഞ്ഞാൽ അവര് വിഷ്വലൈസ് ചെയ്യാണ്. ഡ്രീമാണ് അവരുടെ ഡ്രീം. അവർ വിഷ്വലൈസ് ചെയ്യാണ് ഒരു രാജ്യം, ഒരു ലോകം, അവിടെ എല്ലാവർക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, എല്ലാവരും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആരും തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു വേൾഡ് അവർ സ്വപ്നം കാണണം. അത് അവരുടെ സ്വപ്നമാണ്. envisages സ്വപ്നമാണ്. സോ ഇറ്റ് ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ എ, വിഷൻ. Am I clear to you? ഓപ്ഷൻ എ, വിഷൻ. Am I clear to you? ക്ലിയർ ആണോടാ? യെസ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട്. നമ്മൾ ഓൾമോസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. പിന്നെ കുറെ ജുജുബി ക്വസ്റ്റ്യൻ ഞാൻ വിട്ടിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്ട്രാറ്റജിക് ഇന്റന്റ്? ഞാൻ നേരത്തെ പറഞ്ഞ ഏതാ വരാത്തത്? ബിസിനസ് സ്റ്റാൻഡേർഡ്. ഇറ്റ് ഇസ് നോട്ട് ഇത്. പിന്നെ അങ്ങനെ കുറച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടിട്ടുണ്ട്. ദാറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടന്റ്. ഇപ്പം ഓക്കെ, ക്വസ്റ്റ്യൻ 9 കൂടി ചെയ്ത് നമുക്ക് നിർത്തിക്കളയാം. ക്വസ്റ്റ്യൻ 9 ഒന്ന് പറ. ക്വസ്റ്റ്യൻ 9
Bank had strategically decided to set up a separate office in Mumbai back in 2016, specifically to invest in cryptocurrencies and in development of robust blockchain. Which importance of strategic management did BBL Bank made use? സോ BBL ബാങ്ക് 2016 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2016 തന്നെ അവർ മുൻകൂട്ടി ക്രിപ്റ്റോ വളരുമെന്ന് വിചാരിച്ചിട്ട് മുൻകൂട്ടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഒബ്വിയസ്ലി പ്രൊആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് റിയാക്റ്റീവ്. ശരിയല്ലടാ? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. So this is all about our MCQ questions. So we are done with what? MCQ questions from chapter 1 we discussed. So option D I kudedo ada question number 9 ആയിരുന്നു. Sir, support developments of new SBUs, like in this case of separate office for blockchain. So first try to understand ഇതൊരു SBU ആവോ? ബാങ്ക് ആണിത്, ബാങ്ക് ആണ് അല്ലെ? സോ ബാങ്കിന്റെ ഒരു സെപ്പറേറ്റ് ബിസിനസ് യൂണിറ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? സെറ്റപ്പ് എ സെപ്പറേറ്റ് ഓഫീസ് ഇൻ മുംബൈ സ്പെഷ്യലി ടു ഇൻവെസ്റ്റ് ഇൻ ക്രിപ്റ്റോ കറൻസീസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് robust blockchain facilities. Which importance of strategic management did BBL Bank made use of? ഓക്കെ, സോ ഇവിടെ BBL ബാങ്ക് സെപ്പറേറ്റ് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് അവരുടെ കാണിക്കുന്നത്? ഗിവ് ഡയറക്ഷൻ ടു ദ. ഇതിൽ ഏതാണ് കൂടുതൽ ശരി? സപ്പോർട്ട്സ് എന്തുകൊണ്ട് ഡി ആയിക്കൂടാ? ഇതാണ് നിങ്ങളുടെ ചോദ്യം. സപ്പോർട്ട്സ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ SBUs ലൈക്ക് ഇൻ ദിസ് കേസ് സെപ്പറേറ്റ് ഓഫീസ് ഫോർ ബ്ലോക്ക് ചെയിൻ. അല്ല, അവര് ഇപ്പം അതിന് SBUക്ക് സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. 2016 തന്നെ അവർ ബ്ലോക്ക് ചെയിൻ ഈ ക്രിപ്റ്റോ കറൻസിന്റെ ഇത് മനസ്സിലാക്കിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെറ്റപ്പ് ചെയ്തെന്ന് പറഞ്ഞു. സോ ദേ ആർ മോർ പ്രൊആക്റ്റീവ്. They're more proactive. Strategically decides to set up a separate office in Mumbai back in 2016. 2016 തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ക്രിപ്റ്റോക്ക് വേണ്ടിയിട്ട് അവർ സെറ്റപ്പ് ചെയ്തു. സോ ദേ ആർ മോർ പ്രൊആക്റ്റീവ്. അവർ കുറച്ചും കൂടി കൂടുതൽ പ്രൊആക്റ്റീവ് ആണ്. അന്നേ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർ ഇത് ആയിക്കൂടെയും ചോദിച്ചാൽ ഫസ്റ്റ് തിങ് ഇതൊരു SBU ആണോ നമ്മൾ നോക്കണം. SBUയുടെ ഡെഫിനേഷനിൽ ഇത് ക്ലാസ് കറക്റ്റ് ആയിട്ട് വരുന്നോട് നമ്മൾ നോക്കണം. സെപ്പറേറ്റ്ലി പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്, ഡിഫറെന്റ് മാനേജർ. ഇവിടെ SBUനെ കുറിച്ചൊന്നും കാര്യമായിട്ട് ഒന്നും ഇവിടെ തന്നെ പറയുന്നില്ല. ഇത് SBU ആണെങ്കിൽ SBUയുടെ ഡെഫിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സെന്റൻസ് ഇതിനകത്ത് വരണം. SBUയുടെ SBU എന്നർത്ഥം നമ്മൾ ഡിസ്കസ് ചെയ്യും ചാപ്റ്റർ നമ്പർ 5 നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡോണ്ട് വറി. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ഈ ആൻസർ വരാത്തത്. SBU ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ ആണോടാ? Yes, sir. So this is all about our topic, chapter number 1. So chapter number 1 question answers നമ്മൾ ഡിസ്കസ് ചെയ്തു. ചാപ്റ്റർ നമ്പർ 1 നമ്മുടെ MCQs ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ആഫ്റ്റർ ഓൾ ദ ചാപ്റ്റേഴ്സ് വി വിൽ ഡിസ്കസ് ഇന്റഗ്രേറ്റഡ് കേസ് സ്റ്റഡീസ് ഓൾസോ. ഓക്കെ, യെസ്, നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിനും മിക്സ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് ലാസ്റ്റ് നമ്മൾ വായിച്ചു നോക്കാം. ഓക്കെ, സോ ചാപ്റ്റർ 1 കഴിഞ്ഞു. സോ വാട്ട് യു ആർ സപ്പോസ് ടു ഡു ഈസ് ചാപ്റ്റർ 1 റിവിഷൻ വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഒരു തവണ കാണാം, ഒരു തവണ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുക, ഒന്നുകൂടി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചു നോക്കുക. സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. MCQ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ഇൻ കേസ് ഇഫ് യു ആർ ഹാവിംഗ് എനി ഡിഫിക്കൽട്ട് വി വിൽ സോൾവ് ഇറ്റ്. ഓക്കെ ആണോടാ? യെസ്, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ചാപ്റ്റർ നമ്പർ 1. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ വി വിൽ അപ്ഡേറ്റ് യു. ഓക്കെ, നെക്സ്റ്റ് സെഷൻ ഏതാണ് എപ്പോഴാണെന്നൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു. സൈനിങ് ഓഫ് CA Sanjay.